ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹെയർ ട്രാൻസ്ഫോർമേഷനാണ് കാണിക്കുന്നത്. നമുക്ക് ഹെയറിൽ എന്ത് മാറ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഞാൻ ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്ന ഹെയറാണ്. അപ്പോൾ 1.5 years ഇപ്പോൾ ബൗൺസിയായി പുതിയ ഹെയർ വന്നിട്ട് ഇങ്ങനെ അലങ്കോലമായി കിടപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാനൊരു 3-4 months ഇടയിലൊന്ന് കട്ടും ചെയ്തായിരുന്നു. കുറച്ച് നീളം വെച്ചപ്പോൾ കട്ട് ചെയ്തായിരുന്നു. ഇപ്പം ഞാൻ മോസ്റ്റ് ഓഫ് ദ ടൈം ഹെയറിന് പോകുന്നതൊക്കെ ഫെയറിലായിരിക്കും. അങ്ങനെ നമുക്ക് ഫെയറിലോട്ട് പോയപ്പോൾ നമുക്കിങ്ങനെ ഒരു സ്ലിപ്പ് വന്നു. നമ്മൾ എന്താ ചെയ്യുന്നത് അവിടെ സ്ലിപ്പ് വരും. പോയണേ ഞാൻ കുളിച്ച് എന്നെ കുട്ടത്തിയായിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ആ ബാക്കിലത്തെ പച്ച ലൈറ്റ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് ഹെയർ ക്രീം ഇട്ട് തന്നു. തേക്കാനുള്ള ക്രീമൊക്കെ ഇട്ടതിന് ശേഷം പിന്നെയും കുറച്ച് സമയം റെസ്റ്റിലാണ്. അപ്പോഴത്തേക്ക് അവിടെ നമ്മുടെ ഹെയറിൻ്റെ ഓണർ വന്നിരുന്നു. അതാണ് ഞാൻ അങ്ങനെ എടുത്തത്. പിന്നെ സമയം പോകാൻ വേണ്ടി ഇങ്ങനെ കുറേ TV, സിൻ ഫിലിം അങ്ങനെ കുറേയൊക്കെ ഇട്ടിരിക്കും. അതിൻ്റെ ഇടയ്ക്കും സ്ട്രെയിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷമുള്ള ക്രീം ഇട്ടിരിക്കുകയാണ്. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താ ഫെയറിൽ നിന്ന് ഇറങ്ങി. ലാസ്റ്റ് ലുക്ക് ഞാൻ ലാസ്റ്റ് തന്നെ കാണിച്ചു തരാം. ഇറങ്ങിയപ്പോൾ ഒരു സമയം 6 മണി വരെ ഫെയർ ഉള്ളൂ. ഞാൻ 7 മണിയോളമായി ഇറങ്ങിയപ്പം. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക്. ഇപ്പോൾ രണ്ടിൻ്റെയും കമ്പാരിസൺ വെച്ച് ഞാൻ വീഡിയോ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ലെങ്ത്ത് വെച്ചതുപോലെ നല്ല സ്മൂത്തായി. നേരത്തെ ഉണ്ടായിരുന്നേക്കാട്ട് ഇച്ചിരി വൃത്തിയായില്ലേ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ എപ്പോഴും അതുകൊണ്ടാണ് ഫെയർ പ്രിഫർ ചെയ്യുന്നത്. എനിക്ക് ഹെയറിൻ്റെ കാര്യത്തിൽ ഫെയറിൽ നല്ലൊരു ട്രസ്റ്റാണ്. 2-3 പാർലറിൽ ഞാൻ പോയി കേട്ടോ. ഒന്ന് ഒരു എമൗണ്ട് കാൽക്കുലേഷൻ നടക്കാൻ ലാസ്റ്റ് ഫെയർ തന്നെ ഫിക്സ് ചെയ്ത്. ഇതാണ് ഫൈനൽ ലുക്ക്. ബൈ ബൈ.